ഉത്തര കന്നഡയിലെ ഗോകർണയിൽ രാമതീർത്ഥ കുന്നിലെ ഗുഹയിൽ ഒരു റഷ്യൻ യുവതിയെ രണ്ട് കൊച്ചു കുട്ടികളെയും കണ്ടെത്തി. കർണാടക പോലീസാണ് ഇത് കണ്ടെത്തിയത്. രാമതീർത്ഥ കുന്നില് ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. ഉത്തര കന്നഡയിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഗോകർണ. ആ ഗോകർണയിലാണ് ഈ രാമതീർത്ഥ കുന്നുള്ളത്. ധാരാളം ടൂറിസ്റ്റുകൾ, ലോക്കലും വിദേശികളൊക്കെ വരുന്ന സ്ഥലമാണ്. കഴിഞ്ഞ ജൂലൈ ആദ്യം അവിടെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. അതിനുശേഷം അവിടുത്തെ ലോക്കൽ സബ് ഇൻസ്പെക്ടർ, ഗോകർണയിലെ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറും അവിടുത്തെ ഇൻസ്പെക്ടർ ശ്രീധറും എല്ലാം സാധാരണഗതിയിൽ ഈ ടൂറിസ്റ്റ് സെന്റർ ആയതുകൊണ്ട് അവര് ആളില്ലാത്ത സമയത്തും ഉള്ളപ്പോഴൊക്കെ അവിടെ പെട്രോൾ പതിവ് പോലെ അവർ പെട്രോൾ സഞ്ചരിച്ചു. അങ്ങനെ ഗോകർണ മലനിലയിൽ അവിടെ ഒരു വലിയ ഗുഹയുടെ അടുത്തൂടെ അവർ പാസ് ചെയ്തപ്പോൾ അതിനകത്ത് ആളനക്കം കണ്ടു. അപ്പൊ അവർക്ക് സംശയമായി. അവർ ഗുഹയ്ക്കകത്ത് കയറി. ആ ഗുഹയ്ക്ക് അകത്തും ധാരാളം മണ്ണിടിച്ചിലുണ്ടാകുന്ന സ്ഥലമാണ്. അവിടെ നോക്കിയപ്പോൾ ഒരു റഷ്യൻ സ്ത്രീ നീന കുട്ടിന എന്ന 40 വയസ്സുകാരി, അവരുടെ 6 വയസ്സുള്ള പ്രേമ എന്ന ഒരു കുട്ടിയും അമ എന്ന 4 വയസ്സുകാരിയും ഗുഹയ്ക്കുള്ളിൽ കാണപ്പെട്ടു. വളരെ മോശം കണ്ടീഷനിലും വളരെ അപകടകരമായ സ്ഥിതിയിലുമാണ് അവരെ കണ്ടത്. ഇൻസ്പെക്ടർ ശ്രീധരൻ സംഘവും ഉടൻ തന്നെ അവരെ അവിടെ നിന്ന് വെളിയിലാക്കി. അതിനുശേഷം ഇവരോട് കാര്യങ്ങൾ അന്വേഷിച്ചു. അവരെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റി ഏതെങ്കിലും സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. അവരതുകൊണ്ട് അവരെ അവിടുന്ന് ഒരു സന്യാസിനിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. യോഗരത്ന എന്നൊരു സന്യാസി കുംദ താലൂക്കിലെ ബംഗിക്കോട്ട്ല ഗ്രാമത്തിലുണ്ട്. 80 വയസ്സുണ്ട്, സന്യാസിനിയാണ്. ഇവർക്കായ അവരെ അറിയാവുന്ന തോന്നുന്നു. ഏതായാലും ശ്രീധരൻ സംഘം ഇവരെ എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചു. വിവരങ്ങൾ ചോദിച്ചു. ഇവരുടെ വിസ കാലാവധി കഴിഞ്ഞു. അതിന്റെ മാത്രം ഒരു പേപ്പർ കയ്യിലിരിപ്പുണ്ടായിരുന്നു. ഇവരുടെ പാസ്പോർട്ടും കുട്ടികളുടെ ഡീറ്റെയിൽസും ഒക്കെ, ഐഡന്റിറ്റി കാർഡും ഒക്കെ ചോദിച്ചപ്പം അതെല്ലാം വനത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു എന്ന്. അത് ഗുഹയിലും പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടാവും എന്ന് അവർ പറഞ്ഞു. ശ്രീധരൻ സംഘവും പോലീസും ഫോറസ്റ്റുകാരും വീണ്ടും ഗുഹയുടെ അവിടെ പോയി. അവിടെ സെർച്ച് നടത്തിയപ്പം ഇവരുടെ പാസ്പോർട്ടും റെക്കോർഡുകളെല്ലാം വനത്തിനകത്ത് ചിതറിക്കിടക്കുന്ന കിട്ടി. ഇവിടെ രാജവെമ്പാല ഉൾപ്പെടെയുള്ള വലിയ പാമ്പുകളും വിഷമുള്ള പാമ്പുകളുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് ഗുഹയ്ക്കകത്തൊക്കെയാണ് അത് കഴിയുന്നത്. വൈൽഡായിട്ടുള്ള വന്യമൃഗങ്ങളും ധാരാളമുണ്ട്. 2 ആഴ്ച ഇവരവിടെ താമസിച്ചു എന്ന് മനസ്സിലായി. ഈ 2 ആഴ്ച കാലഘട്ടത്തിൽ അപകടമൊന്നും ഉണ്ടായില്ല എന്നുള്ളത് അത്ഭുതകരം. 2 ആഴ്ച ഇവർ എങ്ങനെ ഭക്ഷണം കഴിച്ചു എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. എത്ര നാള് ഇവര് പറഞ്ഞതാണ് 2 ആഴ്ചയെന്ന്. 2017 റഷ്യയിൽ നിന്ന് ഇവർ ഇന്ത്യയിൽ വന്നതാണ്. ഇന്ത്യയിൽ വന്ന് റഷ്യൻ നഗരജീവിതം മടുത്തു. ഏകാന്തത വേണം അവർക്ക്, ഒരു ആത്മീയത വേണം. അങ്ങനെ കുട്ടികളുമായി റഷ്യ വിട്ടു അവര് 2017. ഇന്ത്യയിൽ വന്ന് പല സന്യാസിമാര് അടുത്ത് പോയി. പല സ്ഥലത്ത് അവര് ഏകാന്തത തേടി നടന്നു. മക്കളും കൂടെയുണ്ട്. നഗരജീവിതത്തിൽ നിന്നും മടുത്താണ് റഷ്യയിൽ നിന്ന് വന്നത്. ഇന്ത്യയിൽ അതിനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ഗുരുക്കം, ഇവിടെ ഇഷ്ടംപോലെ സന്യാസികളുണ്ട്. അവരുടെ ആശ്രമത്തിൽ തങ്ങാം. അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഏകാന്തമായി പാർക്കാനുള്ള സ്ഥലങ്ങളും അങ്ങനെയുള്ള ധാരാളം സെന്ററുകളും ഇന്ത്യയിലുണ്ട്. എന്തായാലും അവരെ കുംദ താലൂക്കിലെ സന്യാസികളുടെ അടുത്ത് കൊണ്ടുപോയി ചോദ്യം ചെയ്തപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നത്. അവരപ്പം തന്നെ വെരിഫൈ ചെയ്തപ്പോൾ 2017 ഏപ്രിൽ 17 വരെയുള്ള വിസയെ ഇവരുടെ കയ്യിലുള്ളൂ. ബിസിനസ് സംബന്ധമായിട്ടാണ് ഇവർ ഇന്ത്യയിൽ വന്നത്. അതിനുശേഷം അവര് 2018 വിസയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് ഏപ്രിൽ 19 അവർ ഗോവയിലെത്തി. ഗോവയിൽ നിന്ന് നേരെ അവര് നേപ്പാളിലേക്ക് പോയതായിട്ടാണ്. അത് 2018 ജൂലൈയിൽ ഇവരും മക്കളും നേപ്പാളിലേക്ക് പോയി. പക്ഷെ ഇപ്പോഴത്തെ പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് എല്ലാം നോക്കിക്കഴിഞ്ഞപ്പോൾ അവര് എൻട്രി വീണ്ടും ഇന്ത്യയിലേക്ക് വന്നു. നേപ്പാളും അവര് ശാന്തി തേടി പോയതായിരിക്കാം. ധാരാളം ബുദ്ധസന്യാസിമാരുള്ള സ്ഥലം ആണല്ലോ നേപ്പാള്. ഒരു ഹിന്ദു രാഷ്ട്രമാണ്. രണ്ടാമത് അവിടെ ആത്മീയതയ്ക്കുള്ള ഒത്തിരി ശാന്തി പ്രദേശങ്ങൾ അവിടെ തന്നെ ഉണ്ട് താനും. അതുകൊണ്ട് ഇവര് നേപ്പാളിൽ പോയിട്ട് വീണ്ടും മടങ്ങി 2018 സെപ്റ്റംബർ 8 അവർ വീണ്ടും ഇന്ത്യയിലേക്ക് എത്തിയതായിട്ടാണ്
പാസ്പോർട്ടിലെ ഡീറ്റെയിൽസ് ആയി കാണുന്നത്. ഏതായാലും ബാംഗ്ലൂരിലെ ഫോറിനേഴ്സ് രജിസ്ട്രേഷൻ ഓഫീസുണ്ട്. അവിടുത്തെ ഉത്തര കന്നഡ SP അവരെ അറിയിച്ചു. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ രജിസ്റ്റർ ചെയ്തു. ഇവരെ റഷ്യയിലേക്ക് മടക്കി കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ്. ഇവര് റഷ്യയിലേക്ക് പോയാലും തിരികെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഏതായാലും ഉത്തര കന്നഡയിലെ ആ ഗുഹയിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. പക്ഷെ ഇപ്പോഴും ചോദ്യചിഹ്നമായിരിക്കുന്നത് 2 ആഴ്ച ഇവർ എങ്ങനെ ഭക്ഷണം കഴിച്ചു എന്നുള്ളതാണ്. കാട്ടിലെ ഇതുകൊണ്ട് ഭക്ഷണം കഴിച്ചോ? ഒരു കാട്ടിലേക്ക് അവർ ഭക്ഷ്യസാധനങ്ങൾ തേടിപ്പോകുമ്പോൾ കുട്ടികൾ തന്നെ ആ ഗുഹയിൽ ഇരുന്നോ? അവരെ മൃഗങ്ങൾ ആക്രമിച്ച് കൊല്ലാൻ വലിയ ഭാഗ്യമായിട്ട് കാണുമോ? ഏതായാലും ഇവര് മടങ്ങി ഗോവയിൽ പോയി അവിടുന്ന് നേപ്പാളിൽ പോയി നാട്ടിൽ പോയെന്നാണ് കരുതിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. വീണ്ടും അവർ തിരിച്ചിന്ത്യയിൽ വന്നിരിക്കുന്നു. അവർക്ക് ആത്മീയതയുടെ ഒപ്പം തന്നെ ശാന്തമായ ഒരു അന്തരീക്ഷം വേണം, ശാന്തമായ ഒരു ജീവിതം വേണം. ഇതൊക്കെ പല സന്ദർഭത്തിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ധാരാളം ആൾക്കാർ ഇപ്പോഴത്തെ ആധുനിക യുഗത്തില് അവര് വലിയ പട്ടണങ്ങളിലും വലിയ ജോലിയൊക്കെ കരസ്ഥമാക്കി അവര് മാനസികമായി തകർന്ന് പലരും USA നിന്ന് പല ആൾക്കാരും സ്ഥലം വിട്ടതായിട്ട് എനിക്കറിയാം. അവരെല്ലാം ബ്രസീല്, സൗത്ത് അമേരിക്കയിലെ പല 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 രാജ്യങ്ങളിൽ കുടിയേറിയിരിക്കുന്നു. ആ രാജ്യങ്ങളിലൊക്കെ ഇത്ര ജീവിതത്തോത് കൂടുതലുമില്ല. രണ്ടാമത് ഒരു നഗര ജീവിതം അവിടെയൊന്നുമില്ല. ഗ്രാമീണമായ അന്തരീക്ഷത്തിലുള്ള ധാരാളം സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ധാരാളം ഏരിയകൾ ഓരോ രാജ്യത്തും ഉണ്ട്. അത് പ്രത്യേകിച്ച് സൗത്ത് അമേരിക്കയിൽ ധാരാളം വളരെയധികം രാജ്യങ്ങളുണ്ട്. അപ്പൊ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ശാന്തതയില്ല. അത് അവിടെ എല്ലാം ഒരു ലക്ഷറി ലൈഫും ആണ്. ആധുനിക യുഗത്തിലെ ജീവിത രീതിയാണ്. അത് ഇവരും മടുത്തു. റഷ്യയിൽ നിന്ന് ധാരാളം ആൾക്കാർ ഇതുപോലെ വരുന്നുണ്ട്. കുടുംബാന്തരീക്ഷം അവിടെയൊന്നും ഇല്ല. ഇന്ത്യയിലെ കുടുംബാന്തരീക്ഷത്തിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാകുമെന്നാണ് അവർ കരുതുന്നത്. ഇവിടെ ആത്മീയതയുണ്ട്. റഷ്യയിലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളൊന്നും ആത്മീയതയ്ക്ക് ആരും പുറകെ പോകുന്നില്ല. ചൈനയിലും ടിബറ്റൻ രാജ്യങ്ങളൊക്കെ ബുദ്ധമത സന്യാസികൾ ഉള്ളത് കൊണ്ട് തായ്ലൻഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, കംബോഡിയ, അവിടെ അങ്ങനെയുള്ള റഷ്യയുടെ തെക്ക് വശത്തുള്ള പല ഏഷ്യൻ രാജ്യങ്ങളും ഇപ്പോഴും ഈ ഇന്ത്യയുടെ പൈതൃകം ഏറ്റ് ഇന്ത്യയുടെ ആത്മീയത കൈവരിച്ച് അതേ രീതിയിലുള്ള ഒരു ജീവിത രീതി ഈ രാജ്യങ്ങളിലെല്ലാം നടക്കുന്നുണ്ട്. ഏഷ്യയിലും പൂർവേഷ്യയിലും ഒക്കെ ഉണ്ട് അത്. അപ്പം ജീവിതം മടുത്ത് എല്ലാവരും നഗരജീവിതത്തിൽ നിന്ന് പിൻവാങ്ങുന്നതിന്റെ ടിപ്പിക്കൽ എക്സാമ്പിളാണ്. റഷ്യയിലത് ധാരാളമായിട്ട് സ്ത്രീകൾ മറ്റ് പല രാജ്യങ്ങളിൽ ചേക്കേറി കഴിഞ്ഞു. ഇവരും ശാന്തത കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ വന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഏതായാലും ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത, പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് വനത്തിനുള്ളിൽ ഒരു റഷ്യൻ യുവതി 2 കുട്ടികളും ഏകദേശം 2 ആഴ്ച കഴിഞ്ഞെന്നാണ് അവർ പറയുന്നത്. ഇനി അതിന്റെ അന്വേഷണം ഏത് രീതിയിലൊക്കെ വന്നു കഴിയുമ്പോൾ മാത്രമേ അതിന്റെ കൃത്യത അറിയാനൊക്കെ ഉള്ളൂ. പക്ഷെ ഇന്നും പോലീസിനെയും പ്രത്യേകിച്ച് ഗോകർണം പോലീസിനെ, ശ്രീധരന സംഘത്തിനെയും അതിശയിപ്പിക്കുന്നത് ഈ സമയത്തൊന്നും ഒരു പാമ്പ് കടി ഏറ്റില്ല. രാജവെമ്പാല ധാരാളമുള്ള ഒരു ഏരിയ ആണ് ഇവിടെ. അവിടെ ടൂറിസ്റ്റുകളും ഇങ്ങനെ പലരും ഈ സന്ദർഭത്തിൽ പല സന്ദർഭത്തിലും മഴയുള്ള സമയത്തും അല്ലാത്ത സമയത്തും ഒക്കെ അവിടെ വന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് അവിടുത്തെ ലോക്കൽ സബ് ഇൻസ്പെക്ടർ ആ മലയുടെ ഏരിയ എല്ലാം പെട്രോൾ സഞ്ചരിക്കുക. അങ്ങനെ പെട്രോൾ സഞ്ചരിച്ചപ്പോഴാണ് ഈ റഷ്യൻ സ്ത്രീയെ 2 കുട്ടികളെ കണ്ടെത്തിയെന്ന് അത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അവർ മടങ്ങിപ്പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉത്തര കന്നഡ SP ചെയ്യുന്നുണ്ട്. മടങ്ങിപ്പോകുമെന്ന് കരുതുന്നു. മടങ്ങിപ്പോയാലും വീണ്ടും വരും എന്നാണ് ഞാൻ കരുതുന്നത്.